ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്നൊരു ഞായറാഴ്ചയാണ്. അപ്പോൾ ഞാൻ ഇത്തിരി വൈകിട്ടാണ് എണീറ്റത്. പിന്നെ ബിജാഷേട്ടന് പണി ഉണ്ടായിരുന്നു. അപ്പോൾ ബിജാഷേട്ടന് ചോറ് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം ഒരു ഗ്ലാസ് ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അതിനുശേഷം ബിജാഷേട്ടൻ പോയപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നതിന് ശേഷം മക്കളൊക്കെ എണീറ്റപ്പോൾ വേഗം അവർക്ക് ചായക്കുള്ള പുട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പം അങ്ങനെ വേഗം പുട്ടൊക്കെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം പിന്നെ തലേ ദിവസം ജോലി കഴിഞ്ഞ് വരുമ്പോൾ കൊള്ളി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കൊള്ളിക്കറിയും ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഞാൻ വെറുതെ ഉള്ളിയും മുളകും മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ മണിക്കുട്ടനാണെങ്കിൽ നിർബന്ധമാണ്, എന്താണെന്ന് വെച്ചാൽ കഷ്ണങ്ങളൊന്നും പാടില്ല, നന്നായിട്ട് ഗ്രേവി ആയിട്ട് എടുക്കണമെന്ന്. അപ്പം ഞാൻ കൊള്ളിക്കറിയൊക്കെ കാച്ചെടുത്തതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല കൊള്ളിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അവർക്ക് ചായയൊക്കെ കൊടുക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ വേഗം ചായയൊക്കെ കൊടുക്കാനായിട്ട് നോക്കി. മണിക്കുട്ടന് വാവിച്ചിക്കും നല്ല മഴയായിരുന്നു പുറത്ത്. അപ്പോൾ അവർക്ക് ചായയൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് നേരം കുമ്മർത്ത് പോയിരുന്നു, മഴയൊക്കെ കണ്ടു. അപ്പോൾ മഴയൊക്കെ കണ്ടില്ലേ. അതിനുശേഷം ഞാൻ തുണികൾ കുറേ മടക്കാനുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ മഴ കാരണം തുണികളൊന്നും ഉണങ്ങി കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അത്യാവശ്യം ഫാനിൻ്റെ ചോട്ടിലൊക്കെ ഇട്ടിട്ട് കുറച്ച് തുണികളൊക്കെ ഉണക്കിയെടുത്തു. അപ്പോൾ അതൊക്കെ മടക്കി വെച്ചതിന് ശേഷം വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞു. കുളി കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ കഴുകി വെച്ചതിന് ശേഷം ഞാൻ വേഗം ചായയൊക്കെ കുടിച്ചു. അപ്പോൾ പുട്ടും കൊള്ളിഷ്ടവും ചായയൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ വേഗം ചിക്കൻ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വീടിൻ്റെ അടുത്തുള്ള കുട്ടി വാങ്ങാൻ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ മണിക്കുട്ടനും ആ കുട്ടിയുടെ കൂടെ പോയിട്ട് ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ ബിജാഷേട്ടൻ കാലത്ത് പോകുമ്പോൾ പൈസയൊക്കെ തന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ചിക്കൻ കറി വെക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ മക്കളോട് പറഞ്ഞു, അമ്മ വൈകിട്ട് വെച്ച് തരാം, ഇപ്പം ചിക്കൻ എടുത്തിട്ട് വറുത്തിട്ട് ചോറ് തരാമെന്ന് പറഞ്ഞപ്പോൾ അവർ രണ്ടുപേരും സമ്മതിച്ചു. അപ്പം ഞാൻ അതിൽ നിന്ന് നല്ല കഴിമ്പുള്ള കഷ്ണങ്ങൾ മാത്രം കട്ട് ചെയ്തെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൽ ഗരം മസാലയും പിന്നെ ആവശ്യത്തിന് ഉപ്പുപൊടിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം മിക്സ് ചെയ്തിട്ട് ഞാനത് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അപ്പോൾ ഫ്രിഡ്ജിലാണ് വെച്ചത്. എന്താണെന്ന് വെച്ചാൽ ഇത്തിരി നേരം ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല സോഫ്റ്റ് ഉണ്ടാവും ചിക്കൻ വറുത്തത്. അപ്പം അങ്ങനെ അത് ഒക്കെ നന്നായി തിരുമ്പിയതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ ഞാൻ വൈകുന്നേരം കറി വെക്കാനുള്ള ചിക്കനും ഫ്രിഡ്ജിൽ വെച്ചു. അതിനുശേഷം ഞാൻ തലേ ദിവസം ചോറൊക്കെ തിളപ്പിച്ചിറക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും തിളപ്പിക്കാനായിട്ട് വെച്ചു. അപ്പം ഞാൻ വാതിലൊക്കെ തുറന്ന് നോക്കുകയാണ്. അപ്പോഴും മഴയ്ക്കൊരു കുറവുണ്ടായിരുന്നില്ല, നല്ല മഴയായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അടിച്ചു വാരാനും തുടയ്ക്കാനൊക്കെ നോക്കുമ്പോഴാണ് ഒരു വണ്ടിയുടെ ശബ്ദം കേട്ടത്. അപ്പോൾ ഞാൻ വേഗം പുറത്ത് വന്ന് നോക്കിയപ്പോൾ അമ്മൂസ് വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചിയുടെ മോള്. അപ്പം അങ്ങനെ അവൾ വരുമ്പോൾ കുറച്ച് പച്ചക്കറിയും പിന്നെ ബിരിയാണിയും ചിക്കൻ കറിയും സാലഡും പിന്നെ സാമ്പാറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സാമ്പാർ പിന്നെ ചോറിലേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചേച്ചി കൊടുത്തയച്ചതാണ്. അപ്പം അങ്ങനെ പച്ചക്കറി അവരുടെ വീട്ടിൽ കടയാണല്ലോ, അപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ വേഗം ചോറുണ്ണാനായിട്ട് അടിച്ചു വാരലും തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം ചിക്കനൊക്കെ വറുത്തെടുത്തു. അപ്പോൾ നല്ല മണമുള്ള നല്ല ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഞാനതൊക്കെ തുറന്ന് മണമൊക്കെ നോക്കി. അപ്പോൾ ചേച്ചി നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും. അപ്പോൾ അവർ ഞായറാഴ്ച ദിവസമൊക്കെ ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ മണിക്കുട്ടൻ ചേച്ചീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ വീഡിയോ കോൾ ചെയ്തതാണ്. അപ്പോൾ അവൻ സംസാരിച്ചപ്പോൾ ചേച്ചി ചിക്കനോ ബിരിയാണിയൊക്കെ ഉണ്ടാക്കണത് കണ്ടപ്പോൾ വലിയമ്മ ഇന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കണേന്നൊക്കെ ചോദിച്ചപ്പോൾ ചേച്ചിക്ക് ആകെ വിഷമമായി. അപ്പോൾ അമ്മൂസിൻ്റെ കയ്യിൽ കൊടുത്തയച്ചതാണ്. അപ്പോൾ അങ്ങനെ അവർ 3 പേരും കൂടിയിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം പപ്പടം വറുത്ത് കൊടുത്തു, പിന്നെ ചിക്കന് വറുത്ത് കൊടുത്തു, പിന്നെ ചിക്കൻ കറിയും സാലഡും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടിയിട്ട് അവരുണ്ടു ഞാനും ഉണ്ടു. അപ്പോൾ ബിജാഷേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ആൾ 3 മണിയൊക്കെ ആവും. അപ്പോൾ ഞാൻ വേഗം ചോറൊക്കെ ഉണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പാടമുണ്ട്, അവിടേക്കൊന്ന് നടക്കാം, കുളവും പാടമൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇത്തിരി മഴ തോർച്ചയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി. അവിടെയൊക്കെ നല്ല വഴുക്കലായിരുന്നു. പിന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന വഴിയാണിത്. അപ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ചാലും അതിൽ നിറച്ച് മീനിൻ്റെ കുട്ടികളും ഞണ്ടിൻ്റെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മണിക്കൂട്ട് അതിനെ പിടിക്കാനൊക്കെ നോക്കി. അപ്പോൾ ഞാൻ ചീത്തയൊക്കെ പറഞ്ഞു, അതിനൊന്നും പിടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ പാടത്തെത്തിയതിന് ശേഷം അവിടെ നിന്ന് കുറേ നേരം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഈ തോടൊക്കെ നിറഞ്ഞൊഴുകുകയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, എനിക്ക് നീന്താനൊന്നും അറിയില്ല. അപ്പം മണിക്കൂട്ടനെ നീന്താൻ അറിയാം, പക്ഷെ ഞാൻ അതിലേക്ക് ഇറക്കിയൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് 2 പേർക്കും ഒരു കളിയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എലിയൊക്കെ പൊട്ടിച്ചിട്ടിട്ട് പാലത്തിൻ്റെ അടി കൂടെ വരുന്നുണ്ടോ നോക്കാം. അപ്പോൾ മണിക്കൂട്ടനോട് പറയുകയാണ്, അമ്മ ഇതിൽ വീണ് കഴിഞ്ഞാൽ നമ്മൾ ഒലിച്ചു പോകും, അത്രയ്ക്ക് നല്ല ഒഴുക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ അങ്ങനെ അതൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ അവിടെ നിന്നൊക്കെ കയറി വന്നതിന് ശേഷമാണ് ഞങ്ങൾ കാലൊക്കെ കഴുകിയിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ പറയണം. വീഡിയോസ് ഉണ്ടായിരുന്നില്ല, ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ പറയണം. അപ്പോൾ ഞാനും മണിക്കുട്ടനും പിന്നെ വാവച്ചിയുടെ തന്നെയുള്ള ഫോട്ടോസൊക്കെ അമ്മൂസാണ് എടുത്ത് തന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോരുകയാണ്. അപ്പോഴേക്കും നല്ല മഴ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മാത്രമല്ല, കുറേ ആൾക്കാർ പാടമൊക്കെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴ കണ്ടപ്പോൾ ഞങ്ങളും വേഗം വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നേരെ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ബിജാഷേട്ടൻ പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ടും വെറുതെ ഒരു വീഡിയോ ഒക്കെ പിടിച്ചു. എന്നുവെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് മുകളിൽ ഒരു
റബ്ബറിൻ്റെ തോട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് വെള്ളം ഉറുവെള്ളം വരേണ്ടതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടത്. അതിനുശേഷം തൊട്ട് അപ്പുറത്തുള്ള വീട്ടിൽ മാവുമ്പോൾ നിറച്ച് മാങ്ങ ഉണ്ടായിരുന്നു. ഇപ്പം അത്രയ്ക്ക് മാങ്ങയൊന്നുമില്ല. അപ്പോൾ ഞാൻ അതിൽ നിന്ന് 2 മാങ്ങയൊക്കെ അമ്മൂസിന് പൊട്ടിച്ച് കൊടുത്തു. എന്നിട്ട് ഞാൻ വേഗം ചായയൊക്കെ വെച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി ചായയൊക്കെ കുടിക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോഴേക്കും ബിജേഷേട്ടൻ വരുമ്പോൾ അമ്മൂസ് വന്നിട്ടുണ്ട് എന്ന് വാവിച്ച് വിളിച്ച് പറഞ്ഞു. അപ്പോൾ ബിജേഷേട്ടൻ ചിക്കൻ റോളും സാൻഡ്വിച്ചും പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ പൊട്ടിച്ച് പ്ലേറ്റിലിട്ടതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് കുറേ നേരം സംസാരിച്ചിരുന്നു. അപ്പോൾ അമ്മൂസ് ചേച്ചി ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു, എപ്പോഴാണ് വരണേന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് വരും, ചേച്ചി തിരക്ക് പിടിക്കേണ്ട, മഴയില്ലാത്ത നേരത്ത് ഞാൻ അങ്ങോട്ട് അവളെ വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മഴയൊക്കെ തുറന്നതിന് ശേഷം ചായ കൂടി എല്ലാം കഴിഞ്ഞതിന് ശേഷം അമ്മൂസ് പോയി. പക്ഷെ നല്ലൊരു വിഷമം തോന്നി എനിക്ക്. എന്താണെന്ന് വെച്ചാൽ ആൾ കാലത്ത് വന്നിട്ട് കുറേ നേരം ഇരുന്നു, ഞങ്ങൾ കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ നടക്കാനൊക്കെ പോയില്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ പതുക്കെയൊക്കെ പോകാനായിട്ട് പറഞ്ഞു. പോയതിന് ശേഷം ഞാൻ വെറുതെ എനിക്കറിയണ രീതിയിൽ കുറച്ച് അരി ഉണ്ടായിരുന്നു, അതുകൊണ്ട് വെറുതെ ഒരു ബിരിയാണി ഉണ്ടാക്കി. പിന്നെ കാലത്ത് ചിക്കൻ കറിയൊക്കെ വെച്ചതിന് ശേഷം ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി. പിന്നെ ചിക്കൻ കറിയും പിന്നെ ആ ചോറൊക്കെ വെച്ചപ്പോൾ നെയ്യിൻ്റെ ഇതൊക്കെ തിണ്ടുമ്പലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ നന്നായിട്ട് തുടച്ചെടുത്തു. സോപ്പൊക്കെ ഇട്ടിട്ട് കഴുകിയതിന് ശേഷം തുടച്ചെടുത്തു. പിന്നെ എനിക്ക് നാളെ പോകണം വീട്ടിലേക്ക്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ കാല് പ്ലാസ്റ്റർ ഇട്ടു. അപ്പോൾ നാളെ എനിക്ക് വീട്ടിലേക്ക് പോകണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് വേണം.